ഓക്കെ, ഈ സർഫസിൽ നിന്ന് ഇതുപോലെ പോകുന്ന ഈ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്ന ഈ ഒരു മോഷനാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, ഓരോ ഏരിയയിൽ നിന്ന് എത്ര പ്രദേശത്തേക്ക് എത്തുന്ന സമയത്ത്. കാരണം ഇതാണ് നമുക്ക് അതിന്റെ ഡിസ്ട്രക്റ്റീവ് പവർ തരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില പ്രദേശങ്ങൾ താഴ്ന്നു പോയിട്ടുണ്ടായിരിക്കും, എർത്ത് ഉണ്ടാകുമ്പോൾ ചില പ്രദേശം താഴ്ന്നു പോകും, ചില പ്രദേശങ്ങൾ പൊങ്ങി വരും. കാരണം ഈ രൂപത്തിലായിരിക്കും ഈ ബോഡി വേവ്സ് സർഫസ് വേവ്സ് എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ഈ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് പല ബിൽഡിങ്ങുകളും കൊളാപ്സ് ആവാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ ആണോ? ഒരു റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത്, ഫൗണ്ടേഷൻ ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. രണ്ടാമത്തേത്, ടെസ്റ്റ് സീരീസ്. മൂന്നാമത്തേത്, വീക്ക്ലി ആൻസറിംഗ് പ്രോഗ്രാം. നാലാമത്തേത്, ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ. അഞ്ചാമത്തേത്, 24 hour റീഡിംഗ് റൂം ഫെസിലിറ്റി. ഇതെല്ലാം അനന്തയിലുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ ഈ ഫോക്കസിൽ ഉണ്ടാവുന്ന അതേ ഫ്രീക്വൻസിയിൽ തന്നെ നമുക്ക് ഈ സർഫസിൽ ഉണ്ടാവുന്ന വ്യൂസ് കിട്ടുമോ? ഇല്ല, ഡെഫിനറ്റ്ലി കിട്ടില്ല. അതായത് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരു 10 കുട്ടികൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പം ഈ അറ്റത്തിരിക്കുന്ന കുട്ടീനെ ഞാൻ നല്ല ഫോഴ്സിൽ ഉന്തി എന്ന് വിചാരിക്കുക. ആ ഉന്തിയതിന്റെ എഫക്റ്റ് ചിലപ്പോൾ ഒരു 3-മത്തെയോ 4-മത്തെയോ കുട്ടിയുടെ അടുത്ത് ഇവിടം വരെയൊക്കെ എത്തുമായിരിക്കും. ബട്ട് ഈ 10-മത്തെ കുട്ടിക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യണമെന്നില്ല. കാരണം എന്താണ്, ഞാൻ ഉന്തിയതിന്റെ എനർജി ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിഷൻ ചെയ്തു വരണം. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കറിയാം എനർജി ലോസ് ഉണ്ടായിരിക്കും. എന്തൊരു പരിപാടി നടക്കുന്ന സമയത്ത് എനർജി ലോസ് ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി കുറയും. അപ്പൊ ഡെഫിനറ്റ്ലി ഫോക്കസ് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഫോക്കസിൽ ഒരു സ്ട്രോങ് എനർജി ആയിരിക്കും. പക്ഷെ അത് ഇങ്ങനെ സർഫസിലേക്ക് എത്തുമ്പോൾ തന്നെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ എപ്പി സെന്ററിൽ വന്ന് ഹിറ്റ് ചെയ്ത് അത് ഇങ്ങനെ ഓരോ പ്രദേശത്തേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ എനർജി കുറഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു വേവ് ഇല്ലാതെയാവും. ഓക്കെ, അപ്പം ഈ ഫോക്കസിൽ ഇപ്പോ വളരെ കുറഞ്ഞ തീവ്രതയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിലേക്ക് ഈവൻ മൈന്യൂട്ട് ലെവലിലാകുന്ന സമയത്ത് പോലും നമുക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ഈ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഈ സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് സോളിഡ്സിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഡെസ്കമ്മിൽ ചെവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊട്ടുന്ന സമയത്തും ആ സൗണ്ട് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കേൾക്കും. എന്നാൽ ഡെസ്കിൽ നിന്ന് ചെവി എടുത്തിട്ട് അവിടെ കൊട്ടുന്ന സമയത്ത് അത്ര ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റില്ല, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് അത് ഇതിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഈ സോളിഡ്സിലൂടെ അത് ട്രാവൽ ചെയ്തു വരും. അങ്ങനെ ട്രാവൽ ചെയ്തു വരുന്ന സാധനം ഈ സർഫസിലേക്ക് നോർമലി അത് എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്യും. ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു റിട്ടർ സ്കെയിലില് ഒരു എബൌട്ട് 2 ഒക്കെ വരുന്ന സമയത്താണ് നമുക്കതൊരു എർത്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. 7 മുകളിലേക്കൊക്കെ വരുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവും. ഓക്കെ, 9 ഒക്കെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു നാഷണൽ ലെവൽ ഡിസാസ്റ്റർ ആയിരിക്കും. അത്തരത്തില് ഒരു നാഷണൽ ലെവലിലേക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ദിസ് വൺ, ഭൂജ് എർത്ത്. ഓക്കെ, സോ മെഷറിംഗ് 6.9 അതൊരു 7ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ് വിൽ ക്രിയേറ്റ് ഹ്യൂജ് ലോസസ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ മാസീവ് എർത്ത് ആയിരുന്നു. അതിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഈ ഒരു ഭൂജ് എർത്ത് ഉണ്ടായ സമയത്ത് 2001 ഉണ്ടായ സമയത്ത് ഒരുപാട് ലോസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോ ക്ലിയർ ആണോ എർത്ത് കാര്യങ്ങള്? ഓക്കെ, അതായത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു പേജസ് എന്ന് പറയുന്നത്, ഈ ചാപ്റ്റർ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ എത്തിയിട്ടില്ല, 3 പേജ് ആയിട്ടുള്ളൂ. ഓക്കെ, 3 പേജ് ആയിട്ടുള്ള 2 പേജ് ആയിട്ടുള്ളൂ. ഈ ചാപ്റ്റർ അവർ എർത്ത് തുടങ്ങി അടുത്ത പേജ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഇത്രയും പേജിൽ തന്നെ വരുന്നുണ്ട്. ദെൻ എർത്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭൂജ് എർത്ത് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, സിസ്മോഗ്രാഫിലാണ് ഇത് മെഷർ ചെയ്യാന്ന് പറയുന്നുണ്ട്. റിക്ടർ സ്കെയിലാണ് നമ്മൾ അതിനെ അടയാളപ്പെടുത്താന്ന് പറയുന്നുണ്ട്. സോ 2ന് മുകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് ടു സം എക്സ്റ്റെന്റ് ഒക്കെ എന്ത് ചെയ്യാം, ഫെൽറ്റ് ചെയ്യും. ഓക്കെ, ബട്ട് അതിന് മുകളിലേക്ക് പോകുന്ന സമയത്തായിരിക്കും അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് മാറുന്നത്. ഈ 5, 6, 7ലേക്കൊക്കെ എത്തുന്ന സമയത്ത് അത് മേജർ എർത്ത് ആയിരിക്കും. ബട്ട് 7ന് മുകളിലേക്ക് ഒരു 9 വരെയൊക്കെ എത്തുന്നത് ഇറ്റ്സ് എ ഡിസാസ്റ്റർ ആണ്. അത് പിന്നെ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ഹ്യൂജ് ഡിസാസ്റ്റർ.
സോ ദിസ് ഇസ് ദി സിസ്മോഗ്രാഫ്. അപ്പം അത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ ഇതേ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇതേ സാധനം ഡിസാസ്റ്റർ അല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ്. അപ്പം ആ ഒരു ഏരിയയിലും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് എർത്ത് ക്വേക്ക് പ്രിപ്പയർഡ്നെസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, മെയിൻസിലെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തരം കാര്യങ്ങൾ അവിടെയും ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും കൂടെ ഇതിന്റെ കൂടെ പഠിച്ചു വെക്കണം. എർത്ത് ക്വേക്ക് പ്രിപ്പയർഡ്നെസ്, ലൈക്ക് സേഫ് സ്പോട്ടിലേക്ക് എന്ത് ചെയ്യണം, ലൈക്ക് മാറണം. അണ്ടർ ദ കിച്ചൺ എ ടേബിൾ ഓർ ഡെസ്ക് അഗെയിൻസ്റ്റ് ആൻഡ് ഇൻസൈഡ് ലൈക്ക് കോർണർ വാൾ. ഇത്തരത്തിൽ ലൈക്ക് നമ്മൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഹൗ വി ഷുഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. സേഫ് സ്പോട്ട്സ് ഉണ്ടായിരിക്കണം. ദെൻ സ്റ്റേ അവേ ഫ്രം ലൈക്ക് ഹസാർഡസ് പ്ലേസസ്, ദെൻ ബി പ്രിപ്പയർഡ്. ഓക്കെ, ഇത്തരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എർത്ത് ക്വേക്കിന് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ പ്രിപ്പയർ ഓർ വി ക്യാൻ ലൈക്ക് മാനേജ് ദി എർത്ത് ക്വേക്ക്. ഇനി നമ്മുടെ ആൻഷ്യൻ ടൈംസിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എർത്ത് ക്വേക്ക് പ്രിവെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് പ്രൂഫ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന് അവർ കണ്ടുപിടിച്ച മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴത്ത് എന്തായിരിക്കും, കല്ല് കൊണ്ട് തറ കെട്ടും, അതിന് മുകളിലേക്ക് കല്ല് കൊണ്ട് പടുക്കും. പക്ഷെ ആൻഷ്യൻ ടൈംസിൽ പല ടെമ്പിൾസും കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ആ ടെമ്പിൾസിന്റെ തറ പണിയുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് മണ്ണെന്നല്ല സാൻഡ്. ഓക്കെ, സാൻഡ് നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലൂടെ വരുന്ന സമയത്താണ് എർത്ത് ക്വേക്ക് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഹിറ്റ് ചെയ്യുക. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ സാൻഡ് കിടക്കുന്നത് കൊണ്ട് ഈ സാധനത്തിന് പ്രോപ്പർ ആയിട്ട് എർത്ത് ക്വേക്കിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ സാൻഡിന് ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ ലോങ് ജമ്പ് അല്ലെങ്കിൽ ഹൈ ജമ്പ് ഒക്കെ ചാടി താഴത്തേക്ക് വീഴുന്ന സമയത്ത് അവിടെ സാൻഡ് ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. കാരണം എന്താണ്, സാൻഡിന് ഈ ഒരു ഇമ്പാക്റ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ആ ഇമ്പാക്ട് കുറയും. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഇവർ സാൻഡ് ഫില്ല് ചെയ്തു. അതുകൊണ്ടാണ് പല ആൻഷ്യൻ കൺസ്ട്രക്ഷൻസും ഇപ്പോഴും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈവൻ ചോളാസ് ഉണ്ടാക്കിയിട്ടുള്ള ടെമ്പിൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈവൻ രാമപ്പ ടെമ്പിൾ, ഓക്കെ, ആന്ധ്രാപ്രദേശിലുള്ള രാമപ്പ ടെമ്പിൾ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദിസ്. അതൊക്കെ ഇപ്പോഴും നിന്ന് പോകുന്നത് ഇത്രയേറെ എർത്ത് ക്വേക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് സ്റ്റേ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് ദിസ് ഷോക്ക് പ്രൂഫ് മെക്കാനിസം. അപ്പം ആൻഷ്യൻ ടൈംസിൽ ഇത്തരത്തിലുള്ള എർത്ത് ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലൈക്ക് ടെക്നിക്സ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മോഡേൺ ടൈംസിലേക്ക് ആയതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് ഒക്കെ വിട്ടിട്ട് നമുക്ക് തോന്നിയ പോലെ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, എർത്ത് ക്വേക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഹ്യൂജ് ലോസസ് ഉണ്ടാകുന്നത്. ഓക്കെ, നൗ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഹലോ, സർ ക്ലിയർ ആണ്, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ്, ഫൈൻ. ഓക്കെ, ദെൻ മേജർ ലാൻഡ് ഫോംസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ആക്ടിവിറ്റിയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് വെതറിങ്ങും, രണ്ടാമത്തത് എറോഷനും. ഓക്കെ, വെതറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ചെടുക്കുക, ബ്രേക്കിംഗ് ആണ്. ഓക്കെ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ പൊട്ടിച്ചെടുക്കുക റോക്സിന്റെ ഒക്കെ. എറോഷൻ എന്ന് പറയുമ്പോൾ തരിതരി ആയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് വിയറിംഗ് എവേ, വളരെ തരിതരി ആയിട്ടായിരിക്കും. വെതറിംഗ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് വന്ന് ഇടിച്ചിട്ട് ഒരു ഭാഗം പൊളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എറോഷൻ എന്ന് പറയുന്ന സമയത്ത് കുറെ കാലമായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ലൈക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ തരികളായിട്ട്. ഓക്കെ, ഇവിടെ എത്തുന്ന സമയത്ത് തരികളാണ്, ഇവിടെ എത്തുന്ന സമയത്ത് കഷ്ണങ്ങളാണ്. ആ സൈസിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ എറോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വെതറിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു റിവർ, ആ റിവർ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു ഇമേജസ് പോലെ തന്നെ ആ റിവർ ഒഴുകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള സർഫസിലായിരിക്കും. അവിടേക്ക് അത് ഇറോഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ ലൈക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് അവിടെ ഹൈറ്റ് കുറവാണെങ്കിൽ അത് താഴത്തേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതുപോലെ വീഴുന്നതായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ എറോഷണൽ ആക്ടിവിറ്റി നടക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള റോക്കിലായിരിക്കും. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള റോക്കിൽ എന്തായിരിക്കും, ഇതുപോലുള്ള എറോഷണൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ബട്ട് ഹാർഡ് ആയിട്ടുള്ള റോക്ക് ആകുന്ന സമയത്ത് അത് ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് രൂപത്തിലായിരിക്കും ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് സർദും ഗ്യാർദും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഷേപ്പിനനുസരിച്ചിട്ട് രൂപം കൊള്ളുന്ന ഡിഫറെന്റ് ലാൻഡ് ഫോംസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഹാർഡ് ആയിട്ടുള്ള റോക്കിലൂടെ അത് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഇസ് ഹാർഡ് ആണ്. ഓക്കെ, അത്രത്തോളം എറോഷണൽ ആക്ടിവിറ്റി ഫാസ്റ്റ് ആയിട്ട് നടക്കില്ല.
നേരെ മറിച്ച് സോഫ്റ്റ് ആയിട്ടുള്ള റോക്കിലൂടെ ആകുന്ന സമയത്ത് എറോഷണൽ ആക്ടിവിറ്റി പെട്ടെന്ന് നടക്കും. അപ്പം അത്തരം പ്രദേശത്തെ ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള പ്രദേശത്തൂടെ ആയിരിക്കും ഒരു റിവർ ഒഴുകുന്നത്. റിവറിന്റെ സൈഡിലുള്ള പ്രദേശങ്ങളൊക്കെ കുറച്ചുകൂടെ ഹാർഡ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അങ്ങനെ ഫൈനലി അത് ചെന്നിട്ട് ഒരു ഫാൾ ഉണ്ടായിരിക്കും. അത്തരം ഫാളിനെയാണ് നമ്മൾ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് വാട്ടർഫോൾ ആണ് നയാഗ്ര വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റ് വാട്ടർഫോൾസിനെ കുറിച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദ ഹയസ്റ്റ് വാട്ടർഫോൾ എന്ന് പറയുന്നത് ഏഞ്ചൽ ഫോൾസ് ഓഫ് ദി വെനിസ്വലയാണ്. ഓക്കെ, ദെൻ ലെങ്ത് വൈസ് നമ്മൾ നോക്കുന്ന സമയത്താണ് നയാഗ്ര എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വലിയ വാട്ടർഫോൾസ് ആയിട്ട് മാറുന്നത്. മറ്റേത് ലൈക്ക് ഹയസ്റ്റ് വാട്ടർഫോൾ ആണ്. ഓക്കെ, ലെങ്ത് കൂടുന്നതാണ്. സോ ഇൻ റീസെന്റ് ടൈംസിൽ ചൈനയുടെ ഒരു സ്കാം ഉണ്ടായിരുന്നു. ഒരു വലിയ ഹൈറ്റിലേക്ക് പൈപ്പിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് അതിന് മുകളിൽ നിന്ന് വെള്ളം ചാടിച്ചിട്ട് ലൈക്ക് ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേ മേജർ ആയിട്ടുള്ള വാട്ടർഫാൾസ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇമേജ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഒരു റിവർ സാധാരണ ഒരു സ്കെയിൽ വെച്ച പോലെ നേരെ ഒഴുകുകയല്ല ചെയ്യുന്നത്. ആ റിവർ ഇതുപോലെ വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പൊ ഇത്തരത്തില് ഈ വളഞ്ഞ് പൊളഞ്ഞ് ഈ റിവർ ഒഴുകുന്ന അതിനെയാണ് നമ്മൾ മിയാൻഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബെൻഡിങ് ഉണ്ടായിരിക്കും. ദിസ് കൈൻഡ്സ് ഓഫ് ബെൻഡിങ് ഇസ് നോൺ ആസ് മിയാൻഡറിങ്. ഇനി റിവർ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ മുട്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് ഒഴുകും. അപ്പം ഇതിന്റെ ഫോഴ്സ് വരുന്ന ഏരിയ ഇവിടെയാണ്. ഓക്കെ, ഈ സൈഡിലായിരിക്കും ഫോഴ്സ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ എറോഷൻ നടക്കും. ഇത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇവിടെ ഡെപ്പോസിഷൻ നടക്കും. അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എറോഷൻ നടക്കും, ഇവിടെ ഡെപ്പോസിഷൻ നടക്കും. ഓക്കെ, ഇവിടെ എറോഷൻ നടക്കും, ഇവിടെ ഡെപ്പോസിഷൻ നടക്കും, ഇവിടെ എറോഷൻ നടക്കും, ഇവിടെ ഡെപ്പോസിഷൻ നടക്കും. കാരണം ഇത് ഇങ്ങനെ വന്ന് ഇവിടെ ഇടിച്ചിട്ട് ഡയറക്ഷൻ മാറിയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇടിച്ചിട്ട് പിന്നെ ഡയറക്ഷൻ മാറി ഇവിടെ വന്ന് ഇടിക്കും. ഇങ്ങനെയാണ് പോവുക. അപ്പൊ ഇടിക്കുന്ന ഭാഗത്ത് എറോഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഡെപ്പോസിഷൻ നടക്കും. നിങ്ങൾ പുഴയുടെ ആ ഒരു ഒഴുക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു റിവർ ഇങ്ങനെ ഒഴുകുന്നത് മിയാൻഡറിങ് ചെയ്താണ് ഒഴുകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇവിടെ എറോഷൻ നടക്കുകയാണ്, ഇവിടെ ഡെപ്പോസിഷൻ നടക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഡെപ്പോസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ എറോഷൻ നടക്കുന്നുണ്ട്. ദ സെയിം വേ ഇവിടെ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എറോഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ എറോഷനും ഇവിടെ ഡെപ്പോസിഷനും നടക്കുകയാണ്. ഓക്കെ, എറോഷനും ഡെപ്പോസിഷനും നടക്കുകയാണ്. അപ്പം ഈ ഒരു എറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ആക്ടിവിറ്റി നടക്കുന്നത് കാരണം ഇവിടെയും ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്, ഇവിടെയും ഡെപ്പോസിഷൻ നടക്കുന്നുണ്ട്. ഈ ഡെപ്പോസിഷൻ ആക്ടിവിറ്റി നടന്നിട്ട് ഏതെങ്കിലും ഒരു പ്രദേശം ഈ ഒരു റിവറിൽ നിന്ന് കട്ട് ഓഫ് ആയി പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് റിവറിന്റെ ഭാഗത്ത് നിന്ന് മുറിഞ്ഞു പോയി. അതായത് ആദ്യ കാലങ്ങളിൽ ഈ റിവർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി നടക്കുന്നത് കാരണം ഇവിടെ എന്ത് ചെയ്തു, കട്ടായിപ്പോയി, ഇവിടെയും കട്ടായിപ്പോയി. ഓക്കെ, ഇവിടെയും കട്ടായിപ്പോയി. പണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന റിവർ ആയിരുന്നു, പക്ഷേ ഇവിടെയും ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി ഇവിടെയും ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി നടന്നപ്പം അതങ്ങ് കട്ടായിപ്പോയി. എന്നിട്ട് റിവർ വീണ്ടും പുതിയൊരു പ്രദേശത്തോട് ഒഴുകി. അപ്പൊ അങ്ങനെ കട്ടായിട്ട് ഇവിടെ ഡെപ്പോസിഷൻ നടന്ന് ഇവിടെയൊക്കെ ലാൻഡ് ഏരിയ വന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ലേക്ക് ആയിട്ട് പണ്ട് വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഓക്സ്ബോ ലേക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് ഒരുപാട് കാലങ്ങൾ എടുത്തിട്ട് രൂപം കൊള്ളുന്നതാണ്. ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് ലെവീസ്. അതായത് ഈ റിവർ ഒഴുകുന്ന സമയത്ത്, ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാണ്. ഈ റിവർ ഒഴുകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ലൈക്ക് ഓരോ ഭാഗത്തും ഡെപ്പോസിഷൻ നടക്കുന്നു. അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു നദി ഒഴുകുകയാണ്, അവിടെ ഫ്ലഡിങ് ഉണ്ടാവും. ഫ്ലഡിങ് ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് വെള്ളം വരും. ആ വെള്ളത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ കരയിലേക്ക് എന്ത് ചെയ്യും, ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഈ ഒഴുകുന്ന സമയത്ത് കട്ടായി പോകുന്ന പോർഷനെ ഓക്സ്ബോ ലേക്കോ? ഓക്സ്ബോ ലേക്ക് എന്ന് പറയും. ഓക്കെ, ഒഴുകുന്ന സമയത്തല്ല, ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ റിവർ ഒഴുകിയിരുന്നത് ഈ ഭാഗത്തൂടെ ആയിരുന്നു. പക്ഷേ കാലങ്ങളിൽ ഇവിടെ ഇങ്ങനെ ഡിഫറെന്റ് ഡെപ്പോസിഷൻ നടന്നിട്ട് ഇവിടെ അങ്ങ് കട്ടായി പോയി. ഇവിടെ ഇങ്ങനെ ഡെപ്പോസിഷൻ നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെള്ളത്തിന് വരാൻ പറ്റാതായപ്പോൾ വെള്ളം പിന്നെന്ത് ചെയ്തു, പുതിയൊരു ഭാഗം സ്വീകരിച്ചിട്ട് നദി ഒഴുകി. അപ്പം പണ്ട് നദി ഒഴുകിയിരുന്ന ഈ ഒരു ഭാഗം ഈ നദിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലേക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കും, ഓക്സ്ബോ ലേക്സ്. ഓക്കെ, നിങ്ങൾ ചില പ്രദേശത്തൊക്കെ നിങ്ങൾ വാലില്ലാ പുഴ എന്ന് കേട്ടിട്ടുണ്ടാവും. ആ വാലില്ലാത്ത പുഴയാവാൻ കാരണം ഇതൊരു ഓക്സ്ബോ ലേക്ക് ആണ്. ഇതിന് വാലും തലയില്ല, ഇതൊരു ഓക്സ്ബോ ലേക്ക് ആണ്. ഓക്കെ, സോ അതിനെ നമ്മൾ വാലില്ലാ പുഴ എന്നൊക്കെ ചില പ്രദേശങ്ങളിൽ പേരിട്ട് വിളിക്കാറുണ്ട്. സോ ഇനി നമ്മൾ വരുന്നത് ഇവിടേക്കാണ്. ഇപ്പൊ റിവർ ഇങ്ങനെ ഒഴുകുകയാണ്.
ആ ഒഴുകുന്ന സമയത്ത് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അത് ഒരുപാട് എറോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനം കൊണ്ടുവരും. എന്നിട്ട് ഈ സമതല പ്രദേശത്ത് എത്തുമ്പോൾ ഫ്ലഡ് എന്ന് പറയുമ്പോൾ കര കവിഞ്ഞ് ഒഴുകുകയാണല്ലോ. അപ്പൊ ഈ കരകളിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഫ്ലഡ് മാറുന്ന സമയത്ത് ആ നദി എന്ത് ചെയ്യും, ഈ താഴെ ഭാഗത്തൂടെ തന്നെ ഒഴുകും. അപ്പം ഈ നദികളുടെ കരകളിൽ ഒരുപാട് ഡെപ്പോസിഷൻ നടക്കും. ഇങ്ങനെ നദികളുടെ കരയിൽ നടക്കുന്ന ഡെപ്പോസിഷൻ ആണ് ലെവീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബമ്പ് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് പുഴയിൽ നിന്ന് ഇപ്പം ക്രോസ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുഴ ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇതിലൂടെ നദി ഒഴുകായിരിക്കും, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നദി ഒഴുകായിരിക്കും. അതിന്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ രണ്ട് സൈഡും ഇതുപോലെ കുറച്ച് പൊങ്ങിയിട്ടായിരിക്കും. ഇങ്ങനെ പൊങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സാധാ ഏരിയ തന്നെ ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ പുഴയാണ്. കാരണം ഇവിടേക്ക് ഇങ്ങനെ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി നടന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള ബമ്പേഴ്സ് ലൈക്ക് ഇതുപോലെ ഒരു പൊങ്ങിയ പ്രദേശം അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് ലെവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റേസ്ഡ് ബാങ്ക്സ്. ആ റേസ്ഡ് ബാങ്ക്സ് ഫോം ചെയ്യേണ്ട കാരണം ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി ആണ്. ഓക്കെ, അതും ക്ലിയർ ആണോ? ആ സർ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒരു നദിയിൽ മാക്സിമം വെള്ളം വരുന്ന സമയത്ത് ആ വെള്ളം എങ്ങോട്ടൊക്കെ എത്രത്തോളം പ്രദേശത്തേക്ക് എത്തുന്നുണ്ടോ ആ മുഴുവൻ പ്രദേശങ്ങളെയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഫ്ലഡ് എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം. ഓക്കെ, സോ അങ്ങനത്തെ ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാകുന്ന സമയത്തുള്ള ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയോടെയാണ് ലെവീസ് ഫോം ചെയ്യുന്നത്. പിന്നെ ഈ നദി ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകും. അതിനെയാണ് നമ്മൾ മിയാൻഡറിങ് അല്ലെങ്കിൽ മിയാൻഡേഴ്സ് എന്ന് പറയുന്നത്. അത്തരം വളവുകളെയാണ്. അത്തരം വളവുകൾ ചിലപ്പം കട്ട് ഓഫ് ആയി പോകും. അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കൺസെപ്റ്റുകൾ ഈ ഒരു വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റിവറുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കണം. ഇനി ഒരു റിവർ ഇത്തരത്തില് സമുദ്രത്തിനോട് ചേരുന്ന സമയത്ത് അത് അതിന്റെ ത്രൂ ഔട്ട് ദ കോസ്റ്റ് സ്റ്റാർട്ടിങ് അതിന്റെ ഒരു ഒറിജിൻ മുതൽ വലിയ മലകളുടെ മുകളിൽ നിന്ന് അത് ഒറിജിൻ ചെയ്ത് പിന്നീട് പല പ്രദേശത്തൂടെയും ശക്തമായിട്ട് ഒഴുകി അങ്ങനെ ആ ഒഴുക്കി കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, ഈ നദീതീര അല്ലെങ്കിൽ തുറമുഖത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് അഴിമുഖത്ത് എത്തുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഈ ഡെപ്പോസിഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിലൂടെ ഈ പുഴയ്ക്ക് തന്നെ ഒഴുകാൻ പറ്റാതാവും. അപ്പം ഈ നദി സ്പ്ലിറ്റ് ആയിട്ട് പല ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ അത് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഓക്കെ, ഇതിന് ഒഴുകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിവർ തന്നെ ഇത്രയും കാലമായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് ഈ സാധനങ്ങളൊക്കെ, ഡെപ്പോസിഷൻ ആക്ടിവിറ്റി. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഒരു ഡെപ്പോസിഷൻ ആക്ടിവിറ്റി കാരണം ഫോം ചെയ്യുന്നതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നദി സ്പ്ലിറ്റ് ആയിട്ട് സമുദ്രത്തിലേക്ക് ചേരുമ്പം ആ സ്പ്ലിറ്റ് ആയ നദികളെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയും. ആ ഒരു മെയിൻ റിവർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ മെയിൻ റിവർ എന്ത് ചെയ്യും, ഡെൽറ്റകളിലേക്ക് എത്തുന്ന സമയത്ത് സ്പ്ലിറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് മാറും. ഇപ്പൊ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്. ഓക്കെ, ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റയാണ്, അതായത് സുന്ദർബൻസ്. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു മാപ്പ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രത്തോളം വലുതാണ് അത്. ഓക്കെ, സോ ദിസ് മച്ച് ലാർജ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഒരു സൈസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ബംഗ്ലാദേശിന്റെ ഇന്ത്യയുടെയും മെയിൻ ലൈക്ക് കേസ് എടുക്കുമ്പോൾ ഇത്രയും വലുതാണ് സുന്ദർബൻ ലൈക്ക് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതൊക്കെ ലൈക്ക് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി കാരണം സമുദ്രത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രദേശമാണ്. ഗംഗയും ബ്രഹ്മപുത്രയും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡെപ്പോസിഷണൽ ആക്ടിവിറ്റിയാണ് ഇത്, ഈ സുന്ദർബൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് അതിന്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാം എത്രത്തോളം എക്സ്റ്റൻഷനിൽ ആ ഒരു കാര്യം കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ സുന്ദർബൻസ് ഡെൽറ്റ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെ മാപ്പ് എടുക്കുമ്പോൾ ഇത്രയും പ്രദേശത്തേക്ക് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഒരു 4-5 കേരളത്തിന്റെ വലിപ്പം ഉണ്ടാവും. ഓക്കെ, സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലാണ് ഡെൽറ്റ ആക്ടിവിറ്റീസ് ഫോം ചെയ്യുന്നത്. മറ്റു പ്രദേശങ്ങളിലുള്ള ഡെൽറ്റയും കൂടെ നോക്കണം. ഇപ്പൊ ലൈക്ക് മഹാനദി ഡെൽറ്റ വരുന്നുണ്ട്, കാവേരി നദിയുടെ ഡെൽറ്റ വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ഡെൽറ്റയും പ്രദേശങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. ഇത്തരം ഡെൽറ്റ പ്രദേശങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം കണ്ടൽ കാടുകളായിരിക്കും. ഓക്കെ, കണ്ടൽ കാടുകളായിരിക്കും ഇത്തരത്തിലുള്ള ഡെൽറ്റ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. പോരാത്തതിന് കണ്ടൽ പ്രദേശങ്ങൾ ആയതുകൊണ്ട് തന്നെ അവിടെ ധാരാളം മത്സ്യസമ്പത്ത് ഉണ്ടായിരിക്കും. അതും ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, മാംഗ്രൂവ് ഫോറസ്റ്റ് ആയിരിക്കും. ആ മാംഗ്രൂവ്സിൽ ധാരാളം വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരിക്കും. ഫിഷിന്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് ആണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഡെൽറ്റയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഡെൽറ്റ എന്താണെന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം. ദെൻ ഫൈനലി കമ്മിങ് ഇൻ ടു ദ സീ വേവ്സ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയിൻ ഏരിയ, ആ പ്ലെയിൻ ഏരിയയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ താഴെ ഭാഗത്ത് തിരമാല ഇങ്ങനെ ഇവിടെ മാത്രം വന്ന് അടിക്കുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ എറോഷൻ നടന്നിട്ട് ഇതൊരു ഗുഹ പോലെയാവും, സീ കേവ് ആയിട്ട് മാറും. ഓക്കെ, സോ അങ്ങനെയാണ് സീ കേവ്സ് ഫോം ചെയ്യുന്നത്. ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ഇതൊരു ഗുഹ പോലെയാവും, അങ്ങനെ സീ കേവ്സ് ഫോം ചെയ്യും. ഇനി സമുദ്രത്തിലേക്ക് ഇതുപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇതുപോലത്തെ പ്രദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെയുള്ള പ്രദേശം കൊളാപ്സ് ആയതാണ്, ഇവിടെ വന്ന് തിരമാല ഇങ്ങനെ ഇടിച്ചു, ആദ്യകാലങ്ങളിൽ ഇവിടെ കേവ് ഉണ്ടായി, ആ കേവ് പിന്നെ കൊളാപ്സ് ആയി, ഈ പ്രദേശം എന്ത് ചെയ്തു, ഈ മെയിൻ ലാൻഡ് ഏരിയയിൽ നിന്ന് വിട്ടുപോയതാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ? പണ്ട് ഇത് മൊത്തം ഒരൊറ്റ ലാൻഡ് ഏരിയ ഇങ്ങനെ സമുദ്രത്തിലേക്ക് നിൽക്കുന്ന പ്രദേശമായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ പണ്ട് സീ കേവ്സ് ഉണ്ടായി, സീ കേവ്സ് കൂടുതൽ വലുതായി, അവസാനം ഇതിന്റെ മുകൾ ഭാഗം കൊളാപ്സ് ചെയ്ത് വീണു, അത് തിരമാലകളിൽ പെട്ടിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ലാതായി. അങ്ങനെ ഇത് ഒറ്റപ്പെട്ട ഒരു ഏരിയ ആയിട്ട് മാറി. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരുന്നു, ഈ രണ്ട് പ്രദേശം കുറച്ചുകൂടെ ഹാർഡ് ആയതുകൊണ്ട് അത് കുറച്ചു കാലം കൂടെ അവിടെ നിന്നു. അങ്ങനെയാണ് സമുദ്രത്തിലേക്ക് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ഒരു പ്രദേശം ഉണ്ടായത്. ഓക്കെ, ഈ ഒരു കാര്യം ക്ലിയർ ആണോ? ആ സർ ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. അങ്ങനെ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു ഏരിയയില്, ഓക്കെ, ഇപ്പൊ തിരമാലയുടെ ആക്ഷൻ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവും. അപ്പം ഈ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ കാരണം ഇവിടെയും കേവ് ഉണ്ടായി, അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ള ആക്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കേവ് ഉണ്ടായി. അങ്ങനെ ഉണ്ടായി ഇത് രണ്ടും കൂടെ ഈ ലൈക്ക് എന്ത് ചെയ്തു, അങ്ങ് കണ്ടുമുട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഈ മൊത്തം ഏരിയ അങ്ങ് ഇല്ലാതായി. ദാറ്റ് ഇസ് ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സീ ആർച്ച്. ഓക്കെ, സീ ആർച്ചിന്റെ ഫോർമേഷനിലേക്ക്, ഒരു ആർച്ച് രൂപത്തിലേക്ക് ഇതും ഫോം ചെയ്തു, രണ്ട് ഗുഹയും കണക്ട് ചെയ്തു. ഇപ്പൊ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോവാം, അങ്ങനെ അത് ആർച്ചായിട്ട് മാറി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെ ഗുഹയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അപ്പുറത്തെ ആക്ടിവിറ്റി ഒന്നും നടന്നിട്ടില്ല. ഇനി ഇതേ ലാൻഡ് ഏരിയ തന്നെ അതേപോലെ ഇവിടെയും പണ്ട് എന്തുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഗുഹകള് സീ കേവ്സ് ഫോം ചെയ്തു, പക്ഷെ അത് കൊളാപ്സ് ആയി. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ചെറിയ ഏരിയ നിൽക്കുമ്പോൾ അതിനെ നമ്മൾ സ്റ്റാക്ക് എന്ന് പറയും, സീ സ്റ്റാക്ക് എന്ന് പറയും. ഇത് സീ ആർച്ച് ആണ്, ഇത് സീ കേവ് ആണ്. ഓക്കെ, സോ ഇപ്പോൾ അത് ഓരോന്നും സെപ്പറേറ്റ്ലി മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് എ സീ കേവ്, വാട്ട് ഈസ് എ സീ ആർച്ച്, വാട്ട് ഈസ് എ സീ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ആ സർ. ഓക്കെ, സോ ഇതിന്റെ ഒക്കെ ഫോർമേഷൻസ് കാര്യങ്ങൾ സെപ്പറേറ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, കോസ്റ്റൽ ലാൻഡ് ഫോംസ് അതിന്റെ ഒക്കെ നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. ദെൻ സീ ക്ലിഫ്. സീ ക്ലിഫ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീ ക്ലിഫ് ആണ് വർക്കല. ഓക്കെ, വർക്കല ഞാനത് ലൈക്ക് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ഈ സീ ക്ലിഫ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഒരു കടൽ തീരത്തിലേക്ക് എത്തുന്ന സമയത്ത്, ഓക്കെ, ഒരു കടൽ തീരത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് ബീച്ചാണ് കാണാൻ പറ്റുക. ഓക്കെ, ബീച്ചാണ് കാണാൻ പറ്റുക. ബട്ട് നിങ്ങൾ വർക്കലയിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ ലൈക്ക് ബീച്ച് അല്ല, ഇവിടുന്ന് ഇങ്ങനെ കുത്തനെ താഴത്തേക്ക് ഇവിടെ സമുദ്രമാണ്. ഇങ്ങനെയാണ് ലൈക്ക് വർക്കലയുടെ ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ലൈക്ക് ഒരു ലാർജ് ഏരിയ 5-10 കിലോമീറ്റർ, അതാണ് ലൈക്ക് വർക്കല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ വർക്കല ടൂറിസ്റ്റ് സ്പോട്ടിൽ നിങ്ങൾക്ക് കാണാനുള്ളത് അതാണ്. ഇതിന്റെ തീരത്തൂടെ ഇങ്ങനെ നിങ്ങൾക്ക് നടക്കാം. ഓക്കെ, സോ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം എന്താണ് നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കോഴിക്കോട് അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കാണുന്നതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുത്തനെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി ഒക്കെ നടക്കും. കാരണം ഇവിടുന്ന് നല്ല വിൻഡ് ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറന്ന് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള പാരാഗ്ലൈഡിങ് ആക്ടിവിറ്റി ഒക്കെ നടക്കുന്ന സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളത് നോക്കിയാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, അങ്ങനത്തെ ക്ലിഫുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വർക്കലയിൽ എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള ക്ലിഫുകളായിരിക്കും. ഇതാണ് ബേസിക്കലി വർക്കല ഉള്ളത്. ഇതിന്റെ ഈ അറ്റത്ത് കൂടെ ഇതുപോലെ ഒരു റെയിൽ പോലെ എങ്ങനെ ഉണ്ടാവും, അതിലൂടെ നിങ്ങൾക്ക് അങ്ങനെ നടക്കാം. അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. രാത്രിയൊക്കെ ആകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ലൈക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ലൈക്ക് ഒരു നൈറ്റ് വൈബാണ്. രാത്രി ആകുമ്പോഴാണ് അവിടെ ഓൺ ആവുക, ഒരു ഗോവ വൈബാണ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീ ക്ലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദ സ്റ്റീപ്പ് റോക്കി കോസ്റ്റ് റൈസിങ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി above the sea water. It's called like sea cliff. ഓക്കെ, സോ അത് ലൈക്ക് വിത്ത് ഇമേജ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം. ദെൻ ദ വർക്ക് ഓഫ് ദ ഐസ്. ഈ ഐസ് ഇങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ലൈക്ക് ദ വാട്ടർ, ഐസും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എറോഡ് ചെയ്ത് ഒരുപാട് സാധനങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ലൈക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് സാധനങ്ങളെ ഫൈനലി അത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ചെറിയ ചെറിയ സാധനങ്ങളായിട്ട്. ഇപ്പൊ ലൈക്ക് നമ്മുടെ റിവറിന്റെ ഏറ്റവും ടോപ്പിൽ വലിയ വലിയ പാറക്കല്ലുകളായിരിക്കും. ആ പാറക്കല്ലുകൾ തട്ടിമുട്ടി താഴത്തേക്ക് എത്തുന്ന സമയത്ത് ചെറിയ പെബിൾസ് ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ ചെറുപ്പത്തിൽ പെബിൾസ് ചെറിയ ചെറിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കല്ലുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പെബിൾസ് ആയിട്ട് മാറും. ദ സെയിം ആക്ടിവിറ്റീസ് ട്രൂത്ത് ഫോർ ദി ഗ്ലേഷ്യർ.
ഗ്ലേഷ്യറും ഇത്തരത്തിലുള്ള കല്ലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പർവ്വതങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എറോഡ് ചെയ്ത് ഇത്തരത്തിലുള്ള പെബിൾസിനെ കൊണ്ടുവന്നിട്ട് ആ പെബിൾസിന്റെ ഡെപ്പോസിഷനാണ് ഗ്ലേഷ്യൽ മൊറൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും പതുക്കെയാണ് ഇത് ഒഴുകുക എന്ന് പറഞ്ഞു. ഓക്കെ, ഈ മഞ്ഞ് ഒഴുകുന്നത് പതുക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് ഇതിന്റെ ഇവിടെ ഇങ്ങനെയായിട്ട് ഈ കിടക്കുന്ന മൊറൈൻസിന്റെ ഡെപ്പോസിഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, മൊറൈൻസിന്റെ ഡെപ്പോസിഷൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആ മൊറൈൻസ് എന്താണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന PYQ ചോദിച്ചിരിക്കുന്നതും ഗ്ലേഷ്യേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത് മൊറൈൻസ് ആയിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ? ഓക്കെ, ഫൈൻ. സോ അത്തരത്തില് മൊറൈൻസ് ആയിരുന്നു അവിടെയും ചോദിച്ചിരിക്കുന്നത്. NCERT നിന്ന് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ജോഗ്രഫി പഠിച്ചു പോകുന്ന സമയത്ത് UPSCക്ക് ആവശ്യമുള്ള ലൈക്ക് ഒരു 30-40% ഏരിയ നിങ്ങൾക്ക് ഇതൊന്നും തന്നെ കവർ ആയിട്ട് പോരും. ഇപ്പൊ ലൈക്ക് ഇത്രത്തോളം നമ്മൾ എടുക്കുന്ന ഇത്രയും ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 40% UPSC ഇവിടെ തന്നെ ക്ലിയർ ആവും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ലൈക്ക് മോസ്റ്റ് ഓഫ് ദ തിങ്സ് നമ്മൾ ഇതിലൂടെ തന്നെ കവർ ചെയ്ത് പോകും. ദെൻ ഫൈനലി കമ്മിങ് ഇൻ ടു ദി വർക്ക് ഓഫ് ദ വിൻഡ്. ഓക്കെ, സോ വിൻഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഒരു റോക്ക് ഉണ്ട്. ഈ റോക്കിന്റെ ഈ ഭാഗം ഭയങ്കര ഹാർഡാണ്. ഓക്കെ, ഇതൊരു ഹാർഡ് ആയിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ ഇത് സോഫ്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ താഴത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയും ഹാർഡാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിൻഡ് വരുന്ന സമയത്ത് വിൻഡ് എറോഡ് ചെയ്യുന്നത് ഈ ഏരിയ ആയിരിക്കും. ഓക്കെ, വിൻഡ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് കുറെ കാലം കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ ഉയർന്നു നിൽക്കും, ഒരു കൂണിന്റെ മാതിരി. അതിനെയാണ് നമ്മൾ മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കാരണം സോഫ്റ്റ് ആൻഡ് ഹാർഡ് റോക്സ് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഈ സോഫ്റ്റ് റോക്ക് ഒക്കെ ഇറോഡ് ചെയ്ത് പോയി. ഈ ഹാർഡ് റോക്ക് മാത്രമേ ഇപ്പൊ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനൊരു കൂൺ ഷേപ്പ് വന്നു. അതാണ് എന്ത് ഹാർഡ് റോക്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് സാൻഡ് ഡ്യൂൺസ്. ഡ്യൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂനകൾ, മണൽ കൂനകൾ. ഇവിടെ കാണുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻഡ് ഫ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ചില ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഡെപ്പോസിഷൻ നടത്തും, ചില ഭാഗത്ത് ഇറോഡ് ചെയ്യും. ഓക്കെ, വീണ്ടും ഡെപ്പോസിഷൻ നടത്തും. ഇത്തരത്തിലുള്ള മണൽ കൂനകളെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ലോ ഹിൽസ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ് ഹില്ലും ലോ ഹില്ലും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള സാൻഡ് ഡ്യൂൺസ് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലാർജ് ഏരിയയിലേക്ക് ആ ഡെപ്പോസിഷൻ വരുമ്പോൾ അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോസ് ഫോം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലാർജ് ഡെപ്പോസിഷൻസ് ആയിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മൊറൈൻസിന്റെ കൂടെ ചോദിച്ച മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോസ് ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അതിന്റെ കൂടെ നിങ്ങൾ ആ സമയത്ത് ഞാൻ നോക്കാൻ പറഞ്ഞ സമയത്ത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് മൊറൈൻസ് ആയിരുന്നു, രണ്ടാമത്തേത് ലോയസ് ആയിരുന്നു. ഓക്കെ, അത് രണ്ടും കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചോദ്യത്തിൽ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലോസ് ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ് വാസ് വിൻഡ് ഡെപ്പോസിറ്റ്. ദെൻ മൊറൈൻസ്. ഓക്കെ, മൊറൈൻസിലേക്ക് വരുമ്പോൾ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ വീണ്ടും റിവറിലേക്ക് വരുന്ന സമയത്ത് ലൈക്ക് പോയിന്റ് ബാർസ് ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്. ദെൻ ടംബോലോ ലൈക്ക് സീ ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ദി ആൻസർ. സോ ഇത്തരത്തില് NCERT പ്രോപ്പർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ആവശ്യമായിട്ടുള്ള 4 ഓപ്ഷനിൽ 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടി. NCERT വായിച്ച സമയത്ത് തന്നെ 4 2 നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, സോ അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ലൈക്ക് 30-40% നമ്മൾ ഇതുപോലെ NCERT ഡീപ്പായിട്ട് കവർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കവർ ചെയ്ത് പോകും. ഓക്കെ, നിങ്ങൾക്കൊന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ സാൻഡ് ഡ്യൂൺസിന്റെ കേസിൽ ലോസ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദ ലാർജസ്റ്റ് വൺ ഇസ് ഫൗണ്ട് ഇൻ ചൈന. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. UPSC പെർസ്പെക്റ്റീവിൽ ഒരുപാട് കാര്യം ആവശ്യമായിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് കവർ ചെയ്യാൻ കുറച്ചധികം ടൈം എടുക്കും, ഞാൻ പറഞ്ഞത് അതാണ്. സോ ഇങ്ങനെയാണ് NCERT നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മൾ കവർ ചെയ്തത് ഇപ്പം ഒരു പേജ് 1, 2,
3, 4, 5, 6 പേജ്. ഓക്കെ, സോ ഈ 6 പേജ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നന്നായിട്ട് റീഡ് ചെയ്ത് കവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് 1.5 hours, ലൈക്ക് 1.5 മണിക്കൂർ സമയം വേണം. ഇനി അതിനെ കുറച്ചുകൂടെ ഡെപ്തിലേക്ക് കവർ ചെയ്യുകയാണെങ്കിൽ 2 to 2.5 hours. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഇനഫ്.